പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ഈ ദൈവവചന പരിചിന്തനം ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം നമുക്ക് നമ്മളെയും നമ്മുടെ ചിന്തകളെയും എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, നിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും മനോഭാവങ്ങളെയും എല്ലാം നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിൻ്റെ അരൂപിയുടെ പ്രവർത്തനം, പ്രചോദനം എപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ വാക്കുകളിലും ചിന്തകളിലും പ്രവർത്തനങ്ങളിലും എല്ലാം അനുഭവവേദ്യമാകട്ടെ. യേശുവേ, നിൻ്റെ പിതാവ് നിന്നെ സ്നേഹിച്ചതുപോലെ നീ ഞങ്ങളെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. അത് മനസ്സിലാക്കി ഞങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട്, അങ്ങനെ നിൻ്റെ യഥാർത്ഥ ശിഷ്യരായിരിക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ. ആ സ്നേഹത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. അത് മനസ്സിലാക്കി ഞങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട്, അങ്ങനെ നിൻ്റെ യഥാർത്ഥ ശിഷ്യരായിരിക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മളുടെ ഈ പരിചിന്തനത്തിൽ ഇന്ന് നാം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ഒരു വാചകം വായിച്ചുകൊണ്ട് നമ്മുടെ ഈ ചിന്തകളെ ആരംഭിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 9-ാം വാക്യം. അതിൽ ഈശോ ഇപ്രകാരം പറയുന്നു: പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ശ്രദ്ധിക്കുക, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഒരു സാധാരണ പിതാവ് തൻ്റെ മകനെ സ്നേഹിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹമാണോ ഇത്? ഒറ്റ ശ്രവണത്തിൽ അങ്ങനെ തോന്നാം, എന്നാൽ അതങ്ങനെയല്ല എന്നുള്ളതാണ് സത്യം. കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈശോ പറഞ്ഞു വരുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പിതൃസ്നേഹത്തെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ പിതാക്കന്മാർ തങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നത് ആ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരെ ശിക്ഷിക്കുന്നതും ശിക്ഷണം കൊടുക്കുന്നതുമൊക്കെ അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. തങ്ങൾ ജീവിക്കുന്നത് തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത്തരം മാനങ്ങളൊന്നും പിതാവായ ദൈവവും യേശുവും തമ്മിലുള്ള സ്നേഹത്തിലില്ല. മാത്രമല്ല, യേശു പറയുന്ന ഈ സ്നേഹം, തൻ്റെ പിതാവ് തന്നെ സ്നേഹിച്ച രീതിയിലുള്ളൊരു സ്നേഹം, അത് നമുക്ക് എളുപ്പമല്ല മനസ്സിലാക്കാൻ. എന്താണ് ഈ സ്നേഹത്തിൻ്റെ വിവിധ മാനങ്ങൾ? ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് ക്രൈസ്തവ ജീവിതം മനസ്സിലാവുകയുള്ളൂ. ഇത് മനസ്സിലാക്കിയാലേ ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് തൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. ഈശോ ദൈവമായിരുന്നു. ഈ ദൈവത്വം പോലും വേണ്ട എന്ന് വെച്ചിട്ട് ഭൂമിയിൽ അവതരിച്ച് മനുഷ്യനായി തീർന്ന് ഒരടിമയെപ്പോലെ, ഒരു ദാസനെപ്പോലെ ജീവിച്ച്, ഒരു കുറ്റവാളിയെപ്പോലെ മരിച്ച്, കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു ദൗത്യം. ആ ദൗത്യമാണ് തൻ്റെ പിതാവ് പുത്രനെ ഏൽപ്പിച്ചത്. ഈ രീതിയിലാണ് ആ പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിച്ചത്. ഇപ്രകാരമുള്ളൊരു സ്നേഹം അത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? തൻ്റെ സൃഷ്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഈ പുത്രന് വേണ്ടിയിട്ടല്ല, പിതാവിന് വേണ്ടിയിട്ടല്ല, തൻ്റെ സൃഷ്ടിയായ കേവലം ഒരു മനുഷ്യന് വേണ്ടിയിട്ട്. തൻ്റെ ഏകജാതനെ അയക്കുന്ന പിതാവ് തനിക്കോ തൻ്റെ പുത്രനോ യാതൊരു തരത്തിലുള്ള ലാഭവും ഇല്ലാത്ത ഒരവസ്ഥയിലും തൻ്റെ പുത്രനെ അയക്കുന്ന
ആ പിതാവിൻ്റെ സ്നേഹം. ഈ സ്നേഹത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നത്. പിതാവ് പുത്രന് കൊടുത്ത ആ ദൗത്യം അവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്, സംശയമൊന്നും വേണ്ട. അപ്പോൾ പിതാവ് കൊടുത്ത ദൗത്യം എന്തായിരുന്നു? ഒരു തരത്തിൽ പറഞ്ഞാൽ കഷ്ടതകൾ സഹിച്ച് മരിക്കുക എന്നുള്ള ദൗത്യം. പുത്രനെ സ്നേഹിക്കുന്ന ഒരു പിതാവ് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ ചെയ്യുക? നമ്മളൊക്കെ ആരുടെയെങ്കിലും മക്കളാണല്ലോ. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ സ്നേഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് രീതിയിലാണ്? പലതും നമ്മളെ നന്നാക്കാൻ വേണ്ടി തന്നെയാണ്. ഒരുപക്ഷെ നമ്മളെ അടിച്ചിട്ടുണ്ടാവും നമ്മുടെ മാതാപിതാക്കൾ. അത് നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ്, മറ്റാർക്കും വേണ്ടിയിട്ടല്ല. നമ്മൾക്ക് ഭക്ഷണം തന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, സ്കൂളിൽ അയച്ചത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ പിതാവായ ദൈവം തൻ്റെ പുത്രനെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊന്നും വേണ്ടിയിട്ടല്ല. ഈ പുത്രന് മറ്റൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ആ പുത്രൻ്റെ ജീവിതത്തിൽ വേറൊന്നും കൂട്ടിച്ചേർക്കേണ്ട കാര്യവുമില്ല, ശിക്ഷണം കൊടുക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ പിന്നെ ആ സ്നേഹം എന്തായിരുന്നു? ആ സ്നേഹം മൂന്നാമതൊരാൾക്ക് വേണ്ടിയിട്ട് തൻ്റെ പുത്രനെ ബലിയർപ്പിക്കുന്ന സ്നേഹമാണത്. പ്രിയമുള്ളവരെ, ക്രൈസ്തവ സ്നേഹമെന്ന് പറയുന്നത് ഇതാണ്. യേശു പറയുന്നത്, എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ ഞാൻ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഇപ്രകാരം കർത്താവ് സ്നേഹിക്കുമ്പോൾ എന്താണ് പറ്റുന്നത്? നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തീർച്ചയായിട്ടും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൻ്റെ രീതി പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ തന്നെയാണ്. പിതാവായ ദൈവം യേശുവിനെ സ്നേഹിച്ചത് തന്നെയാണ്. വളരെ വളരെ വിഷമമേറിയ ഒരു ദൗത്യം ഏൽപ്പിക്കുന്ന പിതാവ്. ഇതുപോലെ തന്നെയാണ് വിഷമമേറിയ ദൗത്യങ്ങളാണ് നമ്മളെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈശോ തന്നെ ഗെത്സമേൻ തോട്ടത്തിൽ അറിയാതെ പറഞ്ഞുപോയി, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന്. പക്ഷേ പിതാവ് ഉത്തരമൊന്നും കൊടുത്തതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതുതന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. കർത്താവ് തന്ന ഈ ജീവിതം അത് ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതെന്തേ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഉത്തരം തരാൻ പോലും ഒരുപക്ഷെ കർത്താവ് തുനിഞ്ഞെന്ന് വരില്ല. നമുക്ക് തന്ന ഈ ജീവിതം പ്രത്യേകമായൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാതെ അത് ജീവിക്കുക എന്നുള്ളതാണ്. അത് ജീവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ആ ഉയർപ്പിൻ്റെ സന്തോഷം ലഭ്യമാകുമെന്നുള്ളതാണ്. ഈ രീതിയിലാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. സാധാരണ ജീവിതത്തിൽ അവിശ്വാസികളായ മനുഷ്യർ ജീവിത ദുരിതങ്ങളെല്ലാം കാണുമ്പോൾ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ചോദിക്കാറുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ചോദ്യം ഇത്രയേ ഉള്ളൂ. തൻ്റെ പുത്രനെ സ്നേഹിച്ച ദൈവം ആ പുത്രനെ എന്തുകൊണ്ട് അപ്രകാരം ഒരു കുരിശുമരണത്തിന്, പീഡാസഹനത്തിന് ഏൽപ്പിച്ചു കൊടുത്തു? ഉത്തരമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പീഡകൾ സഹിക്കുമ്പോൾ അത് ദൈവം നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് എന്നാരും കരുതേണ്ട കാര്യമില്ല. പഴയ നിയമത്തിലേക്ക് കടന്നാൽ ഇസ്രായേൽക്കാരുടെ ചിന്തയിൽ മക്കളില്ലാത്ത സ്ത്രീകൾ ദൈവത്താൽ ശപിക്കപ്പെട്ടവരായിരുന്നു കരുതപ്പെട്ടിരുന്നത്. അബ്രാഹത്തിൻ്റെ സാറായുടെ കാര്യമെടുക്കുക. സാറ ഒരുപാട് പ്രായം ചെന്നതിൽ പിന്നെയാണ് ഇസ്ഹാക്കിനെ ഗർഭം ധരിച്ചത്. മനുഷ്യർ ചിന്തിക്കുന്ന പോലെയല്ല. എന്തുകൊണ്ട് സാറായെ ദൈവം അന്ധയാക്കി? അതിനുത്തരമുണ്ടായിരുന്നു. അവളിൽ നിന്ന് ഇസ്ഹാക്ക് ഇങ്ങനെ ജനിക്കേണ്ടിയിരുന്നു. ആ ഇസ്ഹാക്കിനെയാണ് ദൈവം വലിയൊരു ജനതയുടെ പിതാവാക്കിയത്. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ മാംദാനായുടെ മാതാപിതാക്കൾ സക്രിയായും എലിസബത്തും ഇതുപോലെ തന്നെ ദൈവത്താൽ ശപിക്കപ്പെട്ടവർ എന്ന് ജനം വിളിച്ചിരുന്നവരാണ്. പക്ഷെ അവരെയാണ് കർത്താവിന് വഴിയൊരുക്കി യോഹന്നാൻ്റെ ജനനത്തിനായിട്ട് തിരഞ്ഞെടുത്തത്. ആ യോഹന്നാൻ്റെ മാതാപിതാക്കളാക്കിയത് അവരെയാണ്. അപ്പോൾ ഈ ജീവിതത്തിൽ ദൈവം നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു, കർത്താവ് നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു, അത് പിതാവ്
പുത്രനെ സ്നേഹിച്ചതുപോലെ തന്നെയാണ്. നമുക്കതെല്ലാം കേവലം പരിമിതമായ മനുഷ്യബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അവിശ്വാസികൾ നമ്മളെ കളിയാക്കിയെന്നും വരാം. പക്ഷേ അതിലൊന്നും അർത്ഥമില്ല. വിശ്വാസിയെ സംബന്ധിച്ച് ഇതിനെല്ലാം ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യവും ഉദ്ദേശമൊന്നുമില്ലാതെ ഒന്നും ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളാരും വേവലാതിപ്പെടേണ്ട ആവശ്യവുമില്ല. നമ്മൾക്കെല്ലാം, നമ്മുടെ എല്ലാം ഉപരിയായിട്ട് നമ്മളെയെല്ലാം കാത്തു സൂക്ഷിക്കുന്ന, നമ്മളെയെല്ലാം പൊന്നുപോലെ കരുതുന്ന ഒരു ദൈവമുണ്ട്. പക്ഷേ ആ ദൈവത്തിൻ്റെ മാർഗം തിരിച്ചറിയണമെന്ന് മാത്രം. കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഇഷ്ടം എന്തായിരുന്നു? സ്കൂളിൽ പോകാതെ എപ്പോഴും വീട്ടിൽ മാതാപിതാക്കളോട് കൂടി ആയിരിക്കാനായിരുന്നു. സ്കൂളിൽ പോയപ്പോൾ കരയാത്ത എത്ര കുട്ടികളുണ്ട്. ഞാൻ പലപ്പോഴും ഇടവകകൾ സന്ദർശിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളോട് പറയാറുണ്ട്. അവർ ഒരു നല്ല ശതമാനം കുട്ടികളും കൈപൊക്കും. സ്കൂളിൽ പോയി ആദ്യമായിട്ട് സ്കൂളിൽ ചെന്നപ്പോൾ കരയാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ അധികം പേരൊന്നുമില്ല. എല്ലാവരും കരഞ്ഞവരാണ്. പക്ഷേ ആ കരഞ്ഞതുകൊണ്ടൊന്നും നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വിട്ടില്ല. അവർ നിർബന്ധിച്ച് നമ്മളെ സ്കൂളിൽ കൊണ്ടുവിടുക തന്നെ ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ അന്ന് നമുക്ക് ആ സ്നേഹം മനസ്സിലാക്കാൻ പറ്റിയില്ല. അസുഖം വരുമ്പോൾ മരുന്ന് തരും, കഴിക്കുന്ന മരുന്ന്, കുടിക്കുവാനായിട്ട് വളരെ പ്രയാസമുള്ള മരുന്ന്. പലപ്പോഴും വീട്ടിൽ ഇപ്പോഴുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ടൊക്കെ ആണെങ്കിൽ അമ്മമാർ കൈവിരൽ കുട്ടിയുടെ വായിലേക്ക് ഇട്ട് വാ പൊളിച്ച് നിർത്തും. അല്ലെങ്കിൽ ചിലപ്പോൾ കതകിൻ്റെ താക്കോലിട്ടിട്ട് നിർത്തും, വാ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും മരുന്ന് കൊടുക്കാതിരിക്കുകയില്ല. എത്ര കയ്പുള്ളതായാലും ആ മരുന്ന് കുടിപ്പിക്കുക തന്നെ ചെയ്യും. ആശുപത്രി കൊണ്ടുപോകും. നമ്മുടെ കാലോ കയ്യോ ഒടിഞ്ഞാൽ അവിടെ ചെന്ന് ഭയങ്കര വേദനയായിരിക്കും. പക്ഷേ ഡോക്ടർ വേദനയാണെന്ന് വിചാരിച്ച് കരുണ കാണിക്കണമെന്നൊന്നും മാതാപിതാക്കൾ പറയുകയില്ല. പിടിച്ചിടേണ്ട എല്ല് സ്ഥാനത്ത് പിടിച്ചിട്ടില്ലെങ്കിൽ അത് വികൃതമായിട്ട് വളർന്നു വരും, രൂപപ്പെട്ടു വരും. അതുകൊണ്ട് ആ വേദന സഹിക്കാനായിട്ട് മക്കളെ ഏൽപ്പിച്ചു കൊടുക്കും. ഓപ്പറേഷൻ വേണ്ടി വരുന്ന രോഗങ്ങൾ ഡോക്ടർമാരെ വിശ്വസിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തൻ്റെ കുട്ടിയെ കൊടുത്തുവിടും. ശരിയാണ്, വേവലാതോടുകൂടിയാണ് നിൽക്കുന്നത്. എങ്കിൽ പോലും ആ കുട്ടിയെ കൊടുത്തുവിടാതിരിക്കുകയില്ല. ഡോക്ടർ എൻ്റെ കുട്ടിയെ ഓപ്പറേറ്റ് ചെയ്യണ്ട എന്ന് ഏതെങ്കിലും മാതാവ് പിതാവ് പറയുമോ? പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ നമ്മളുടെ ജീവിതത്തിലുള്ള ഇടപെടലുകൾ ഇപ്രകാരം തന്നെയാണ്. അവിടെ നമ്മളത് വേണ്ട എന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല. അതിന് വേദനയുണ്ടാകും. പക്ഷേ ആ വേദനയെല്ലാം നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ചിന്തയുണ്ടാകണം. ഇവിടെ കർത്താവ് പറഞ്ഞത് തന്നെയാണ്, എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇനി അത് കർത്താവ് പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടത് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊരു മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളൊരു സഹനമായിരുന്നത്. ഇത് തന്നെ ക്രൈസ്തവ ജീവിതത്തിലെല്ലാം അവനവന് വേണ്ടിയിട്ടല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. ഇതിന് നമ്മൾ പലപ്പോഴും രക്ഷാകരമായ സഹനം എന്നൊക്കെ പറയും. രക്ഷാകരമായ സഹനം എന്താണത്? രക്ഷാകരമായ സഹനം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഒരു ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ, മറ്റുള്ളവരുടെ ഏഷണയ്ക്ക് വിധേയനാകുമ്പോൾ അപ്പോൾ അത് രക്ഷാകരമായി തീരും. ഞാനതിനെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി സ്വീകരിച്ചാൽ എന്നെ ഒരാൾ ചീത്ത വിളിക്കുന്നു, ഞാൻ ചെയ്ത് തെറ്റൊന്നുമല്ല. അപ്പോൾ ഞാൻ ആ വ്യക്തിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, സഹോദര സഹോദരി, ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ, എനിക്ക് ഇതിനോട് ഒരു വിരോധമില്ല. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും ചിന്തിക്കും, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് എന്നോട് തിരിച്ചൊന്നും പറയാത്തത്? അതിനെയാണ് രക്ഷാകരമായിട്ടുള്ള സഹനമെന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിയിൽ മാറ്റങ്ങളുണ്ടാകും. ഈ അടുത്ത കാലത്ത് ഞാൻ ഏതാനും വർഷം മുമ്പ് ഒറീസയിൽ കണ്ടമാലിൽ നടന്ന ആ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള പീഡനങ്ങളെക്കുറിച്ചുള്ളൊരു പുസ്തകം മലയാളിയായ ഒരു പത്രപ്രവർത്തകൻ എഴുതിയത് വായിക്കാനിടയായി. അദ്ദേഹം അതിലെല്ലാം പോയി നടന്ന് പലരെയും ഇൻ്റർവ്യൂ ചെയ്ത് എഴുതിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഏതാണ്ട് 40ഓളം ആളുകൾ അന്നവിടെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനും കൊല്ലാനും അവരുടെ വസ്തുവകകൾ നശിപ്പിക്കാനും ഒക്കെ കൂട്ടുനിന്ന, അതിൻ്റെ എല്ലാം മുൻപന്തിയിലായിരുന്ന 40ഓളം വരുന്ന ആളുകൾ ഇന്ന് ക്രൈസ്തവരായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇവരെയൊക്കെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്ത ഈ പത്രപ്രവർത്തകൻ എഴുതിയിരിക്കുന്നൊരു കാര്യം ഇതാണ്. അവർ പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ട് അവർ ക്രിസ്ത്യാനിയാകാൻ തീരുമാനിച്ചു, വിശുദ്ധ പൗലോസിനെ പോലെ. അവർ പറഞ്ഞ ഇതാണ്, ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തിട്ട്
ഒരുപാട് പേരെ ഞങ്ങൾ കൊന്നു, വളരെ നിഷ്ഠൂരമായിട്ട് കൊന്നു. സ്ത്രീകളെ മാനഭംഗം ചെയ്തു, അവരുടെയൊക്കെ വീടുകൾ അഗ്നിക്കിരയാക്കി, അവരുടെ കന്നുകാലികളെയൊക്കെ ഞങ്ങൾ കൊന്നു, എല്ലാം നശിപ്പിച്ചു. അവരുടെ ഗ്രാമത്തിലേക്ക് അവർ തിരിച്ചു വരാനായിട്ട് ഞങ്ങൾ അനുവദിക്കുന്നില്ല. എന്നിട്ടും അവർക്ക് ഞങ്ങളോടൊരു വിരോധമില്ല. ഒരിക്കലും ഞങ്ങളെ അവർ എന്തെങ്കിലും ഒരു ചീത്തവാക്ക് വിളിച്ചിട്ടില്ല. ഞങ്ങളെ ഉപദ്രവിക്കാനായിട്ട് അവർ വന്നിട്ടില്ല. ഞങ്ങൾ ചെന്നപ്പോൾ അവർ കാട്ടിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത്. ഇത് മാത്രമല്ല, നിങ്ങളുടെ ആളുകൾ നിങ്ങളുടെ ചർച്ചുമായിട്ട് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഇവർക്ക് വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുകയും അവിടെ നിന്ന് അവർക്കുള്ള ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ക്രൈസ്തവരല്ലാത്ത ഞങ്ങളുടെ കൂടെയുള്ളവർ, ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ നിന്നവർ പോലും ചിലരെങ്കിലും അവിടെ പോയി അരിയും മറ്റു സാധനങ്ങളും വാങ്ങിക്കാൻ നിന്നപ്പോൾ യാതൊന്നും പറയാതെ അവർ ഞങ്ങൾക്കും തന്നു. നിങ്ങൾ ആരാണെന്നോ നിങ്ങൾ ഞങ്ങളെ കൊന്നവരല്ല, ഇതൊന്നും അവർ ചോദിച്ചില്ല. ഇത്രയൊക്കെ അവർക്ക് സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ഈ വിശ്വാസത്തിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം പ്രത്യേകത. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു എന്താണ് ആ പ്രത്യേകതയെന്ന്. അപ്പോഴാണ് ഈ ക്രിസ്തുവിൻ്റെ കഥയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇനി എന്ത് വന്നാലും വേണ്ടില്ല, ഞങ്ങൾ ക്രൈസ്തവരാവുകയാണ് എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ, അക്രൈസ്തവരുടെ മുമ്പിൽ അവർ ക്രൈസ്തവ അടയാളങ്ങളായിട്ടുള്ള കൊന്തയും കുരിശുരൂപമൊക്കെ കഴുത്തിലണിഞ്ഞുകൊണ്ട് നടക്കുക, അത്രയും ധൈര്യത്തോടു കൂടിയിട്ട്. അപ്പോൾ ഇപ്രകാരം എങ്ങനെയാണ് അവർക്ക് സാധിച്ചത്? അവർക്ക് മനസ്സിലായി യേശു ക്രിസ്തു എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നതെന്ന്. പിതാവ് തന്നെ സ്നേഹിച്ചതുപോലെ നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം നമുക്ക് തരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് തരുന്ന കഷ്ടതകൾ, ദുഷ്ടതകളൊന്നും യഥാർത്ഥത്തിൽ നമ്മുടെ നാശത്തിന് വേണ്ടിയല്ല, അതെല്ലാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അന്ന് അവിടെ ഈ മറ്റുള്ളവരാൽ വേട്ടയാടപ്പെട്ട ക്രൈസ്തവർ ഇന്നും ക്യാമ്പുകളിലും ചേരികളിലും ജീവിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ വിശ്വാസം ഉപേക്ഷിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, ഇതുവരെയും ഞങ്ങൾ പിടിച്ചു തന്നു, ഇനിയും ഞങ്ങൾ പിടിച്ചു നിൽക്കും. കാരണം ഇത് അത്രയധികം വിലയുള്ള ഒന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്നേഹമാണ് യേശു വാഗ്ദാനം ചെയ്യുന്നത്. എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. ക്രൈസ്തവർക്ക് ഈ സ്നേഹമാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത്, കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടതകളുമെല്ലാം ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ ചൊരിയുന്നതിൻ്റെ അടയാളമായിട്ട് നമുക്ക് കാണാൻ കഴിയണം. ചിലപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ചില വീടുകൾ സന്ദർശിക്കുമ്പോൾ, പ്രത്യേകിച്ച് രോഗികളുടെ വീടുകൾ, അവിടെയൊക്കെ ചെല്ലുമ്പോൾ ചിലരുടെ മുഖഭാവം കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾ, ചെറുപ്പക്കാർ, ജീവിതകാലം മുഴുവൻ തളർന്നു കിടക്കുന്നവർ, അവർ ചിലരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ എപ്പോഴുമുണ്ട്. അവർ പറഞ്ഞ ഇതാണ്, ഞാൻ ചിന്തിച്ചത് അവരൊക്കെ വലിയ വിഷമത്തോടു കൂടിയായിരിക്കും അങ്ങനെ കിടക്കുന്നവർത്താണ്. ചെല്ലുമ്പോഴാണ് അവർ മനസ്സിലാകുക അവർക്ക് വലിയ സന്തോഷമാണ്. അവരോട് ചോദിക്കുമ്പോൾ പറയുന്ന ഇതാണ്, പിതാവേ, ഞങ്ങളിവിടെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടല്ലേ എത്രയോ പേരിന്ന് പിതാവടക്കം ഞങ്ങളെ കാണാനായിട്ട് വരുന്നു. അത് ഈ കുടുംബത്തിനൊരു സന്തോഷമല്ലേ, ഞങ്ങൾക്കും സന്തോഷമല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഈ സഹനം അത് രക്ഷാകരമാക്കുകയാണ് ഞങ്ങൾ. അതിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തു എങ്ങനെയാണ് ഞങ്ങളെ സ്നേഹിച്ചതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവമായ ആ മാനം. ഇതിൻ്റെ യേശു നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത്. യേശു സ്നേഹിക്കാഞ്ഞിട്ടല്ല നമ്മൾക്ക് ദുരിതങ്ങളും കഷ്ടതകളും വരുന്നത്. പിന്നെ അതൊക്കെ നമ്മുടെ പ്രശ്നം കൊണ്ടും ഉണ്ടാകാം, നമ്മുടെ കുറ്റങ്ങൾ കൊണ്ടും അതൊക്കെ വരാം. അതിന് നമ്മൾ യേശുവിൻ്റെ സ്നേഹമെന്ന് പറയേണ്ട കാര്യമില്ല. അതിനെ നമ്മൾ ഒഴിവാക്കണം. എങ്കിൽ പോലും നമ്മളുടേതായ കുറ്റം കൊണ്ടല്ലാതെ ഒരുപാട് കഷ്ടതകൾ നമുക്കുണ്ടാവാം. ആ കഷ്ടതകളെല്ലാം നമ്മൾ ഈ രീതിയിലാണ് കാണേണ്ടത്. പിതാവ് തന്നെ സ്നേഹിച്ചതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ഈശോയുടെ സ്നേഹത്തിൻ്റെ ഫലമാണതെല്ലാം. അങ്ങനെയുള്ള ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ എത്രയോ വലിയ ആശ്വാസം, സന്തോഷം, സംതൃപ്തി ഈ ലോകത്തിൽ കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇന്നത്തെ ലോകത്തിന് സന്തോഷം കൊടുക്കാനായിട്ട്, സമാധാനം കൊടുക്കാനായിട്ട് ഈ കാഴ്ചപ്പാടിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതിന് നമ്മൾ നമ്മുടെ ഹൃദയവും മനസ്സുമെല്ലാം തുറന്ന് കർത്താവിൻ്റെ ആത്മാവിനായിട്ട് കാത്തിരിക്കണം. അവിടുന്ന് തന്നെ പറയുന്നു, ഞാനീ പറയുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല, പക്ഷേ പരിശുദ്ധാത്മാവ്, ഞാൻ അയക്കുന്ന സഹായകൻ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം മനസ്സിലാകും. ആ ആത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.